നാന്താ പവിഴമല്ലിന്ന് എപ്പടി കണ്ടുപിടിച്ചിട്ടാങ്ക ഒരു റീൽ ട്രെൻഡിങ് ആയി പോകുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോ തൊട്ട് എങ്ങനെയെങ്കിലും ചെയ്യണം. പക്ഷെ അപ്പൊ തന്നെ ഒരു ചേട്ടൻ വന്നിട്ട് ഉന്നൂടെ കണ്ണ് പാത്തെന്ന് പറയുന്നുണ്ട്. ഈ കണ്ണ് നോക്കിട്ട് എന്റെ വിച്ചു വരെ കണ്ടുപിടിക്കുന്നില്ല. പക്ഷെ നോക്കട്ടെ, ഞാൻ ലാഷസ് വെക്കാൻ വന്നേക്കുക. ഒരിച്ചിരിയെങ്കിലും പവിഴമല്ലി ആവാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലാഷസ് വെക്കാൻ പോകുന്നത്. മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് അതെല്ലാം 1 ടൈം യൂസ് അങ്ങനെയായിരുന്നു. പിന്നെ ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത് 1 മന്ത് 2 മന്ത്സിനൊക്കെ പെർമനൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വെക്കാൻ പറ്റുന്നേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. കാരണം ലാഷസ് വരുമ്പോൾ കണ്ണിന് ഒരു വല്ലാത്ത ഭംഗി വരുന്നൊരു ഫീലിംഗ്. ആൻഡ് നാച്ചുറൽസിലെ മൈറ എനിക്ക് നല്ല രസമായി ചെയ്തെന്നു കേട്ടോ. അങ്ങനെ ഞാൻ ലാഷസ് വെച്ചു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ കുറേയൊക്കെ അന്വേഷിച്ചു. ഇന്നലെ ഞങ്ങളുടെ AKBയുടെ ഒരു ഗെറ്റ് ടുഗെദർ പോലെ ഉണ്ടായിരുന്നു. ഷീലുനോട് ഞാൻ ചോദിച്ചപ്പോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ ഇങ്ങോട്ട് എത്തി. താങ്ക് യു. ഞാനേ ഇത് ഫിക്സ് ചെയ്യുമ്പോ ആക്ച്വലി മൈറനോട് പറഞ്ഞോണ്ടേ ഇരിക്കായിരുന്നു, അൺകംഫർട്ടബിൾ ആവും, ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ. നത്തിങ്, വെച്ചുന്നേ അറിയുന്നില്ല. ഇത്ര ഈസി ആയിരുന്നു ഇപ്പഴാ മനസ്സിലാവുന്നേ. ആൻഡ് ഇനി വേണം എനിക്ക് വെക്കാം. അതെ ശരി, ഞാൻ ആയിരുന്നു. ആൻഡ് എനിക്ക് ആദ്യം കണ്ടപ്പോ ഒരു ഞെട്ടലുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ടോം ആൻഡ് ജെറിയിലെ ടോമിന്റെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടാവില്ലേ ബീച്ചിൽ ഇങ്ങനെ കിടക്കുന്ന, ആ പൂച്ചനെ പോലെ തോന്നി. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആക്ച്വലി ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വരുന്നേ. അന്ന് ഇനോഗ്രേഷൻ വന്നതാ, പിന്നെ എന്നാ വരുന്നേ. അപ്പോ ലാഷസ് വെക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇങ്ങോട്ട് വരിക. ദിസ് ഇസ് ഇൻ കിസ് സൈസ് നാച്ചുറൽസ്. എവിടെ നാച്ചുറൽസിന്റെ ലോഗോ? ഇവിടെ ലോഗോ നാച്ചുറൽസ്. ഓക്കെ, സർവീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിർത്തി 1 ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. ഷീലുവിൻ്റെ വക അങ്ങോട്ട് നിർത്തി ഇങ്ങോട്ട് നിർത്തി എൻ്റെ കണ്ണ് കാണിച്ച് കൈ കാണിച്ച്. പിന്നെ എനിക്കിതൊക്കെ ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഇടം വല്ലം നോക്കാതെ കുറേ പോസുകൾ കൊടുത്തു. തീരെ വിചാരിക്കാത്തൊരു ദിവസം കേട്ടോ. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പരിഗണന ഭയങ്കര ഇഷ്ടമായി. ഞാനിത് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സർജറി എന്നോ എനിക്കിപ്പോ ഭയങ്കര പരിഗണനയൊക്കെ. സോ ഒന്ന് തീരെ വിചാരിക്കാത്തൊരു ദിവസം രാവിലെ എഴുന്നേറ്റു. ഞാൻ കുറെ നാളായി ലാഷസ് വെക്കണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചു. അപ്പൊ ഞാൻ അറിഞ്ഞില്ല, തൊട്ടടുത്ത സാധനം ഉള്ളത് അറിഞ്ഞില്ല. എങ്ങനെ എന്താ വന്ന് വെച്ചു. ഭയങ്കര അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ തിരിച്ചെന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോവാ. പാവം കുട്ടി. ഞാൻ വല്ലാണ്ട് പൊക്കൊന്നുമില്ല കേട്ടോ. മര്യാദക്ക് വണ്ടി ഓടിക്കോ, മര്യാദക്ക് നോക്കി വണ്ടി ഓടിക്കോ. സൗണ്ട് പ്രശ്നമുണ്ടോ? ആ, മ്യൂസിക് ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഞങ്ങളൊരു ഉച്ചക്ക് വന്നു. ഞാനിപ്പോ തിരിച്ച് വീട്ടിൽ പോവാ. ഇനി ഇന്ന് മൂവ് ക്ലാസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് വീട്ടിലെടുത്തൊരു റീലും കാണിച്ചു തരാം കേട്ടോ. நான் தான் பவளமல்லின்னு எப்படி கண்டுபிடிச்சீங்க? உன் கண்ணுதான் நக்கல வச்சு தவள அடிக்க மச்சனை பார்த்து திக்கிறனே, மச்சனை பார்த்து திக்கிறனே, என் மச்சனை பார்த்து திக்க